നിങ്ങളുടെ വീടുകളെ അള്ളാഹു നിങ്ങൾക്ക് വിശ്രമത്തിന്റെ കേന്ദ്രമാക്കിയിരിക്കുന്നു, സമാധാനത്തിന്റെ ഇടമാക്കിയിരിക്കുന്നു. നോക്കൂ, എത്രയോ വലിയ വീടുകൾ, എത്രയോ വലിയ കൊട്ടാര സമാനമായ വീടുകൾ പണിതവരുണ്ട്. പക്ഷേ എല്ലാവർക്കും സമാധാനവും വിശ്രമവും ഒരു വീട്ടിൽ കിട്ടണമെന്നില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിക്കുന്നവർക്കാണ് അത് കിട്ടുക. പലപ്പോഴും വലിയ 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 വീടുകൾ നോക്കിയിട്ട് അവരെത്ര ഭാഗ്യവാന്മാരാണെന്ന് പറയാറുണ്ട്. സഹോദരങ്ങളെ, വീടിന്റെ വലിപ്പത്തിലല്ല ഭാഗ്യമിരിക്കുന്നത്, വീടിന്റെ വിശാലതയിലല്ല സൗഭാഗ്യമിരിക്കുന്നത്, മറിച്ച് ചെറിയ വീടാണെങ്കിലും സമാധാനത്തോടെ കഴിയാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. എങ്കിൽ അതൊരു വലിയ അനുഗ്രഹമായി തിരിച്ചറിഞ്ഞ അല്ലാഹുവിനെ സ്തുതിക്കാൻ നമുക്ക് കഴിയണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വിരിപ്പിലേക്ക് എത്തിയാൽ, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ തന്റെ വിരിപ്പിലേക്ക് എത്തിയാൽ, പ്രവാചകൻ ഇലാ ഫിറാശിഹി, തന്റെ വിരിപ്പിലെത്തിക്കഴിഞ്ഞാൽ പ്രവാചകൻ പറയും, അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ വകഫാനാ വആവാനാ. അല്ലാഹുവേ, ഞങ്ങളെ ഭക്ഷിപ്പിച്ച റബ്ബേ, ഞങ്ങളെ കുടിപ്പിച്ച റബ്ബേ, ഞങ്ങൾക്ക് മതിയായതൊക്കെ നൽകിയ റബ്ബേ, ഞങ്ങൾക്ക് അഭയകേന്ദ്രമായി ഈ വീടിനെ നൽകിയ റബ്ബേ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടാണ് പ്രവാചകൻ ഉറങ്ങുക. പ്രവാചകൻ ഒരു വാചകം കൂടി അതിൽ ചേർത്ത് വെച്ചു, ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വി. എത്രയെത്ര മനുഷ്യരാണ് അഭയം നൽകപ്പെടാൻ ആളില്ലാതെ, എത്രയെത്ര മനുഷ്യരാണ് അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാൻ സാധിക്കാതെ കഴിയുന്നതെന്ന് പ്രവാചകൻ ആ സന്ദർഭത്തിൽ ഓർക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, കിടക്കയിലേക്ക് എത്തുമ്പോൾ അന്നത്തെ ദിവസം നാം കഴിച്ച ഭക്ഷണം, അന്ന് നാം കുടിച്ച വെള്ളം, അന്ന് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ മുഴുവൻ കാര്യങ്ങളെയും ഓർത്ത് നമ്മൾ അല്ലാഹുവിനെ സ്തുതിക്കണമെന്നാണ്. ആ കൂട്ടത്തിൽ പ്രവാചകൻ സ്തുതിച്ചൊരു കാര്യമാണ് വആവാന. അല്ലാഹുവേ, ഞങ്ങൾക്ക് അഭയം നൽകിയവനെ, ഞങ്ങൾക്ക് സമാധാനം നൽകിയവനെ, വിശ്രമിക്കാൻ വീട് നൽകിയ റബ്ബേ, അൽഹംദുലില്ലാ എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടാണ് പ്രവാചകന്റെ വിരിപ്പിൽ പ്രവാചകൻ കിടന്നുറങ്ങുക. സഹോദരങ്ങളെ, ഈ സുന്നത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഈ ഒരു ചര്യ നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഇന്നു മുതൽ കൊണ്ടുവരേണ്ടതുണ്ട്. നോക്കൂ, നമ്മുടെ വീടുകൾ ജീവനുള്ളതാകാൻ, ജീവസുറ്റുള്ള വീടാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ചില നന്മകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മസലുൽ ബൈത്തില്ലദീ യുദ്കറുല്ലാഹു ഫീഹി വൽ ബൈത്തില്ലദീ ലാ യുദ്കറുല്ലാഹു ഫീഹി മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അല്ലാഹുവിനെ ഓർക്കുന്ന വീടിന്റെയും അല്ലാഹുവിനെ സ്മരിക്കാത്ത വീടുകളുടെയും ഉപമ മസലുൽ ഹയ്യി വൽ മയ്യിത്ത്, ഒരു ജീവനുള്ള മനുഷ്യനെയും ജീവനില്ലാത്ത മനുഷ്യനെയും പോലെയാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ ഓർക്കുന്ന വീടുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് ജീവനുള്ളതിനോടാണ്. അള്ളാഹുവിനെ സ്മരിക്കാത്ത വീടുകൾ, അതും മരിച്ചൊരു മനുഷ്യനോടാണ് ഉപമിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ വീടുകൾ ജീവനുള്ളതാക്കുക? എങ്ങനെയാണ് നമ്മുടെ വീടുകൾ അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന വീടുകളാക്കുക? പ്രവാചകൻ പഠിപ്പിച്ചു, ഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ ഖളാ അഹദുക്കുമുസ് സ്വലാത്ത ഫീ മസ്ജിദിഹി, ഒരാൾ തൻ്റെ പള്ളിയിലെ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവൻ ഫൽയജ്അൽ ലിബൈതിഹി നസീബൻ മിൻ സ്വലാത്തിഹി, തൻ്റെ വീട്ടിലേക്ക് ഒരു വിഹിതം മാറ്റിവെക്കട്ടെ. ഏത് നമസ്കാരത്തെ പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? തൻ്റെ ഫർദ് നമസ്കാരം പള്ളിയിൽ നമസ്കരിച്ചു കഴിഞ്ഞാൽ സുന്നത്തുകളെ അവൻ വീട്ടിലേക്ക് മാറ്റിവെക്കണം. എന്തിനു വേണ്ടി? ഫഇന്നല്ലാഹ ജാഇലുൻ ഫീ ബൈതിഹി മിൻ സ്വലാത്തിഹി ഖൈറ, അവൻ്റെ വീടുകളിൽ നമസ്കരിക്കുന്ന ആ നമസ്കാരങ്ങളിൽ അള്ളാഹു നന്മ വെച്ചിട്ടുണ്ട് എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിൽ നമ്മളൊരു വിഹിതം മാറ്റിവെക്കണം. പലരും ഇശാ നമസ്കാരം കഴിഞ്ഞാൽ വിത്രടക്കം പള്ളിയിൽ വെച്ചിട്ടാണ് നമസ്കരിച്ചു പോകുന്നത്. സുന്നത്തുകളൊന്നും വീട്ടിലേക്ക് ബാക്കി വെക്കാറില്ല. പ്രിയപ്പെട്ടവരെ, സുന്നത്തുകൾ ഏതെങ്കിലും ഒന്നെങ്കിലും നമ്മുടെ വീട്ടിൽ ബാക്കി വെക്കാൻ കഴിയണം. വിത്റെങ്കിലും, രാത്രി നമസ്കരിക്കുന്ന വിത്ര നമസ്കാരമെങ്കിലും അത് വീട്ടിൽ നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നതും സാധിക്കേണ്ടതുണ്ട്. എങ്കിൽ അള്ളാഹു അതിൽ ഖൈർ വെച്ചിട്ടുണ്ടെന്നാണ്. നാം നമസ്കരിക്കുന്നത് നമ്മുടെ മക്കൾ കാണണം, നാം നമസ്കരിക്കുന്നത് നമ്മുടെ സന്താനങ്ങൾ കണ്ടു വളരേണ്ടതുണ്ട്. ആ ചെറിയ പൈതലുകൾ നമ്മൾ സുജൂദ് ചെയ്യുന്നതും റുക്കൂ ചെയ്യുന്നതും നമസ്കരിക്കുന്നതും കാണുമ്പോൾ അവർ വീടുകളിൽ നമ്മളോടൊപ്പം നമസ്കരിക്കാറുണ്ടാകും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ നമസ്കാരത്തിനൊരു ഇടം കണ്ടെത്തുമ്പോഴാണ് അള്ളാഹുവിനെ ഓർക്കുന്ന വീടുകളാവുക. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു മാർഗം വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഫൈദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസികും, നിങ്ങൾ വീടുകളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങൾ സലാം പറയട്ടെ. തഹിയ്യതൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ ത്വയ്യിബ, അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായ നല്ലതായ ഒരു ഉപചാരം എന്ന നിലക്ക് നിങ്ങൾ സലാം പറയണം. പലപ്പോഴും അറിയുന്ന ആളുകൾ പോലും മറന്നു പോകുന്ന ഒരു വിഷയമാണ് വീടുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സലാം പറയുക എന്നുള്ളത്. ചിലർക്ക് ആ ചര്യ തന്നെയില്ല. വീട്ടിലേക്ക് കയറുമ്പോൾ സലാം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇതുവരെ പ്രാവർത്തികമാക്കാത്തവരുണ്ടാകും. മാറണം നാം. ഇനി അത് അറിയുന്നവരാകട്ടെ പലപ്പോഴും മറന്നുപോകും.
റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളുടെ വീട്ടിൽ ബർക്കത്തുണ്ടാകണമെങ്കിൽ നിങ്ങൾ വീട്ടുകാർക്ക് സലാം പറയണം. സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബികളെ, നിങ്ങൾ വിശ്വാസികളാകണമെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കിടയിൽ സലാമിനെ നിങ്ങൾ വ്യാപിപ്പിക്കണം. നോക്കൂ, വിശ്വാസത്തിലേക്ക് എത്തിക്കുന്നത് സ്നേഹമാണ്, സ്നേഹത്തിലേക്ക് എത്തിക്കുന്നത് സലാമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ബർക്കത്തുകളുടെയും സ്നേഹത്തിൻ്റെയും താക്കോലാണ് സലാം പറയുക എന്നുള്ളത്. പരസ്പരം തെറ്റി നിൽക്കുന്ന വിശ്വാസികൾ എങ്ങനെയാണ് അവരുടെ ആ ഒരു ബന്ധത്തെ ഊഷ്മളമാക്കാൻ, അതല്ലെങ്കിൽ അവരുടെ ആ ഒരു ഭിന്നിപ്പിനെ മാറ്റി അവർക്ക് പരസ്പരം രഞ്ജിപ്പിലെത്താനും സ്നേഹബന്ധത്തിലെത്താനും കഴിയുന്നത് സലാം കൊണ്ട് തുടങ്ങുമ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ്, അതിൽ ബർക്കത്തുണ്ട്, സമാധാനമുണ്ട്. നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോൾ ഖൽബിൽ നിന്ന് പറയണം. പലപ്പോഴും ആളുകൾ ഒരു മെഷീനറി പ്രോസസ്സ് പോലെ, ഒരു സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആദത്ത് പോലെ അസ്സലാമു അലൈക്കും അല്ല, അത് ഹൃദയത്തിൽ നിന്ന് പറയേണ്ടതാണ്. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അത് പ്രാർത്ഥനയാണ്. എൻ്റെ കുടുംബത്തിന് സമാധാനം ഉണ്ടാകണം. വീട്ടിലേക്ക് എത്തുമ്പോൾ ഭാര്യയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് സ്വസ്ഥതയും സമാധാനവുമാണ്. എൻ്റെ മക്കളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് കൺകുളിർമയാണ്. ഞങ്ങൾ കൂടുമ്പോൾ ഇമ്പമുണ്ടാകണം, കൂടുമ്പോൾ പ്രകമ്പനമുണ്ടാകരുത്. അതുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ സമാധാനമുണ്ടാകണം, ബർക്കത്തുണ്ടാകണം, കാരുണ്യമുണ്ടാകണം എന്ന നെയ്യത്തിൽ നമ്മൾ മനസ്സിൽ തട്ടിക്കൊണ്ട് നമ്മുടെ കുടുംബത്തിന് സലാം പറയണം. വീട്ടിലേക്ക് എത്തുമ്പോൾ മക്കൾക്ക് സലാം പറയണം. മക്കളോടൊപ്പം ഒരുമിച്ചാണ് കയറുന്നതെങ്കിൽ അവർക്ക് സലാം പറഞ്ഞവരെ പഠിപ്പിച്ചു കൊടുക്കണം. പിറ്റത്തെ ദിവസം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട, അവർ തന്നെ സലാം ചെല്ലും. സഹോദരങ്ങൾ, ഇതൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ അള്ളാഹുവിനെ സ്മരിക്കുന്ന വീടാക്കാനുള്ള മാർഗങ്ങളാണ്. എങ്കിലാണ് അത് ജീവനുള്ള ഒരു വീടായി മാറിത്തീരുക. മറ്റൊന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് റിഫ്ഖ് ഉണ്ടാകണം. പലപ്പോഴും ഒരുപാട് കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, അങ്ങനെ ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നിട്ടും നമ്മുടെ വീട്ടിൽ സമാധാനമില്ല. നമ്മുടെ വീട്ടിൽ പരസ്പരം വഴക്കുകളാണ്. അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം നമ്മുടെ ഭാര്യമാർക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് എല്ലാം ചെയ്തു കൊടുത്തു ഞാൻ, എന്നിട്ടും വീട്ടിൽ ചെന്നാൽ എപ്പോഴും സ്വസ്ഥതക്കേടാണ് എന്ന് പറയുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്, ഒരുപാട് യുവാക്കളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ അറാദല്ലാഹു ബിഅഹ്ലി ബൈത്തിൻ ഖൈറ, ഒരു കുടുംബത്തിന് അല്ലാഹു ഖൈർ നൽകാൻ ഉദ്ദേശിച്ചാൽ അദ്ഖല അലൈഹിമുർ റിഫ്ഖ്, അല്ലാഹു അവരിൽ സൗമ്യമായ പെരുമാറ്റം ഇട്ടുകൊടുക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ. നമ്മുടെ കുടുംബങ്ങൾ നല്ല ബന്ധങ്ങളിലൂടെ പോകാൻ കഴിയണമെങ്കിൽ നമ്മൾ സൗമ്യതയോടെ പെരുമാറണം. നമ്മളുടെ ഭാര്യയോട് നമ്മൾ റിഫ്ഖ് കാണിക്കണം, ലുത്ഫ് കാണിക്കണം, നമ്മുടെ മക്കളോട് ലുത്ഫ് കാണിക്കണം. നോക്കൂ പ്രിയപ്പെട്ടവരെ, നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവളാണ് നമ്മുടെ ഭാര്യ, നമ്മളെ പ്രതീക്ഷിച്ചു വന്നവളാണ് നമ്മുടെ ഭാര്യ, നമ്മളിൽ നിന്ന് നന്മ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ് നമ്മുടെ മക്കൾ. പക്ഷേ വീട്ടിൽ വരുമ്പോൾ മുഖം വീർപ്പിച്ചിരിക്കുന്ന, എപ്പോഴും ദേഷ്യപ്പെടുന്ന, ഏത് കാര്യത്തിനും മൂക്കത്ത് ശുണ്ടിയായി നടക്കുന്ന ഒരു പുരുഷനാകരുത് നമ്മൾ, പരീക്ഷ സ്വഭാവക്കാരനാകരുത് നമ്മൾ. മറിച്ച് നമ്മൾ ആരെയാണ് ആശ്രയിച്ച് ജീവിക്കുന്നത്? റഹ്മാനായ റബ്ബിനെ ആശ്രയിച്ച് ജീവിക്കുന്നവനാണ് നാം. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിനെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മളോട് ലത്തീഫാകാൻ, അള്ളാഹു നമ്മളോട് റിഫ്ഖ് കാണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന നമ്മുടെ ഭാര്യയും മക്കളും അത് ആഗ്രഹിക്കില്ലേ പ്രിയപ്പെട്ടവരെ? തീർച്ചയായും ആഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാര്യയോട് നമ്മൾ സൗമ്യമായി പെരുമാറി നോക്കൂ. അവൾക്ക് വേറൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ലെങ്കിലും, അവൾക്ക് മറ്റൊരു ചെലവും ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിലും നമ്മളിൽ നിന്നുണ്ടാകുന്ന ആ സൗമ്യമായ പെരുമാറ്റം, അതാണ് ഭാര്യയ്ക്ക് വേണ്ടത്, അതാണ് മക്കൾക്ക് വേണ്ടത്. അതിലൂടെയാണ് നല്ലൊരു കുടുംബത്തെ വാർത്തെടുക്കാൻ കഴിയുക. അതുകൊണ്ട് വീടിൻ്റെ അകത്തളങ്ങളിൽ റിഫ്ഖിനെ നിറക്കാൻ കഴിയണം. സൗമ്യമായ പെരുമാറ്റത്തെ, സംസാരത്തെ നമ്മുടെ മക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയണം. നമ്മൾ ഭാര്യയോട് സൗമ്യമായി പെരുമാറിയാൽ നമ്മുടെ മക്കൾ നമ്മളോട് സൗമ്യമായി പെരുമാറും. നമ്മുടെ ഭാര്യയോട് പരുഷമായി പെരുമാറിയാൽ നമ്മുടെ മക്കൾ പരുഷമായി പെരുമാറുമെന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ നമ്മളെ ആശ്രയിക്കുന്ന നമ്മുടെ ഭാര്യയെയും മക്കളെയും അവഗണിക്കരുത്. നമ്മൾ എങ്ങനെയാണ് അവഗണിക്കുക? അവർക്ക് ചെലവിന് കൊടുക്കാതിരിക്കുക എന്നതല്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് അവർക്ക് വേണ്ടിയുള്ള സമയം നമ്മൾ പാഴാക്കി കളയരുത്. പ്രത്യേകിച്ച് പ്രവാസികൾ, ഇവിടെ കുടുംബവുമായി ജീവിക്കുന്നവരോടാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. പലരും രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ വീട് വിട്ടിറങ്ങും. പിന്നെ തിരിച്ചു വരുന്നത് മക്കൾ അവരുടെ ഉറക്കത്തിന്റെ പാതി കഴിയുമ്പോഴായിരിക്കും. അങ്ങനെ മക്കൾക്കുള്ള സമയം നഷ്ടപ്പെടുന്നു, ഭാര്യയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട സമയം നഷ്ടപ്പെടുന്നു. പ്രിയപ്പെട്ടവർ, ഇത് അവഗണനയാണ്. നമ്മൾ ജീവിക്കുന്നത് ആർക്കു വേണ്ടിയാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിക്കണം. ഞാൻ രാവിലെ പോകുന്നു, ജോലിയെടുക്കുന്നു, ദിർഹമുകൾ സമ്പാദിക്കുന്നു, തിരിച്ച് രാത്രി വീട്ടിൽ വരുന്നു, മക്കൾ ഉറങ്ങിപ്പോയിട്ടുണ്ട്, ഭാര്യയോടുള്ള കടമകൾ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല, എങ്കിൽ പിന്നെ ഞാൻ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? ഈ ചോദ്യം ഞാൻ എന്നോടും നിങ്ങൾ നിങ്ങളോടും ചോദിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ പ്രവാസികളായി
കുടുംബത്തെ വിട്ട് ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ അവരുടെ മക്കൾക്കും കുടുംബത്തിനും ഭാര്യയ്ക്കും വേണ്ടി ഒരു സമയം സംസാരിക്കാനും വിശേഷങ്ങൾ തിരക്കാനും സമയം മാറ്റിവെക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുളയ്യ മൻ യഊൽ. നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ അവഗണിക്കുക എന്നത് ഒരാൾ പാപിയാകാൻ കാരണമാകുന്നതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പല ആളുകളുടെ ഒരു സ്വഭാവമാണ്, വീട്ടിലെത്തിയാൽ കുറച്ചുകൂടി ഫോൺ അമിതമായി നോക്കും, അല്ലേ? ഭാര്യയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട സമയം ഫോണിന് വേണ്ടി മാറ്റിവെക്കുന്നു. അതേപോലെ തന്നെ മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട സമയം മൊബൈൽ ഫോണിന് വേണ്ടി മാറ്റിവെക്കുന്നു, സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. പ്രിയപ്പെട്ടവരെ, വീട്ടിലെത്തിയാൽ ഭാര്യയോടൊപ്പം സംസാരിക്കാൻ നമ്മൾ ഇരിക്കണം, മക്കളോടൊപ്പം സഹവസിക്കാൻ നമ്മൾ ഇരിക്കണം, മക്കളോടൊപ്പം കളിക്കണം, ചിരിക്കണം. അതല്ലാതെ നമ്മൾ അവർക്ക് വേണ്ട സമയത്തെ അപഹരിക്കരുത് എന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലെ ചിലവുകൾ, വീട്ടിൽ ബർക്കത്തുണ്ടാകാനുള്ള മറ്റൊരു മാർഗമാണ് വീട്ടിൽ ചിലവുകൾ അത് കുറക്കണം. പ്രത്യേകിച്ച് കല്യാണ ചിലവുകൾ എടുത്തു പറയേണ്ട ഒന്നാണ്. ഇന്ന് യുവാക്കൾക്ക് കല്യാണമെന്ന് കേൾക്കുമ്പോൾ അവരുടെ മുന്നിൽ ഒരു ബാലികേറാമല എന്ന് പറയുന്നത് പോലെയാണ്. അതായത് ഒരിക്കലും സാധിക്കാത്ത ഒന്നായി, അതൊരു വലിയ ടാസ്ക് ആയിട്ടാണ് പലരും കാണുന്നത്. പ്രത്യേകിച്ച് മാതാപിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത്, കല്യാണം വളരെ ലളിതമാണ് എന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. വളരെ ലളിതമാണെന്ന്. നമ്മുടെ നാടുകളിൽ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയാണ്, അല്ലേ? എന്തെല്ലാം ഫംഗ്ഷനുകളാണ്. അത് നടത്തിയിട്ടില്ലെങ്കിൽ എൻ്റെ സ്റ്റാറ്റസിന് പോരാ, എൻ്റെ സ്റ്റാറ്റസിന് ചേരൂല എന്ന് ചില ആളുകൾ ചിന്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീടുകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല ബർക്കത്ത് നിശ്ചയിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ ജീവിത ചെലവുകൾ കുറക്കുക എന്നുള്ളത്. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു നല്ല സ്ത്രീയുടെ ലക്ഷണം, അനുഗ്രഹീതയായ ഒരു സ്ത്രീയുടെ ലക്ഷണം എന്ന് പറയുന്നത്, ഇന്ന മിൻ യുഅ്മിനുൽ മർഅ തൈസീരി ഖിത്ബതിഹാ വതൈസീരി സദാഖിഹാ. വിവാഹ നിശ്ചയം എളുപ്പമാക്കലും അവൾ മഹർ നിശ്ചയിച്ചു കൊടുക്കുന്നത് എളുപ്പമാക്കുന്നതും ആ സ്ത്രീയുടെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. വിവാഹ നിശ്ചയം വളരെ വേഗത്തിൽ എളുപ്പത്തിലാക്കുക, അതേപോലെ തന്നെ മഹർ വളരെ ലളിതമാക്കിയാൽ ആ പെണ്ണിൻ്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചെന്നത് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഒരു മയ്യത്ത് പോലെയാകരുത് നമ്മൾ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ ആഡംബര കല്യാണങ്ങൾ നടത്തി, വലിയ ദൂർത്തൊക്കെ നടത്തി, അവസാനം അതിൻ്റെ പര്യവസാനം എത്തുന്നത് അവർ തമ്മിൽ പിരിഞ്ഞു എന്നാണ്. എന്തൊക്കെ കാട്ടിക്കൂട്ടലുകളായിരുന്നു. സേവ് ദ ഡേറ്റ് മുതൽ, അല്ലേ? സേവ് ദ ഡേറ്റ് മുതൽ ഏതെങ്കിലും കായലിൻ്റെയും കടലിൻ്റെയും തീരത്ത് നിന്ന് കല്യാണം കഴിഞ്ഞ് പിന്നെയും ഫോട്ടോഷൂട്ടുകൾ നടത്തുന്നവർ, അവസാനം വരുന്ന വാർത്ത അവർ വേർപിരിഞ്ഞു എന്നാണ്. പ്രിയപ്പെട്ടവരെ, വളരെ ലളിതമായ ഒരു കല്യാണം നടത്തി നോക്കൂ. അള്ളാഹു ആ കുട്ടികളുടെ വധൂവരന്മാരുടെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകും. ഞാനിത് പറയുന്നത് യുവാക്കളോടല്ല, യുവതികളോടല്ല, അവരുടെ മാതാപിതാക്കളോടാണ്. അവരാണ് അതിന് നേതൃത്വം നൽകേണ്ടത്. കാരണം ഇന്ന് ഈ ആഡംബര കല്യാണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് വീട്ടിലെ ഉമ്മമാരാണ്. അവരാണത് നിയന്ത്രിക്കേണ്ടത്. വീട്ടിലെ വാപ്പമാരാണ്, അവരാണ് നിയന്ത്രിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ ലളിതമായ ഒരു കല്യാണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുള്ളത്. ഇതുപോലെ എല്ലാ കാര്യത്തിലും വീടുമായി ബന്ധപ്പെട്ട്, കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരച്ച് കാണിച്ചു തന്ന വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയണം. അള്ളാഹു തൃപ്തിപ്പെട്ട മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീഖും ഈമാനും നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.